തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ആദ്യം വിവാഹത്തെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നില്ല. പലരും പ്രത്യേകിച്ച് പേരൻസും അതുപോലെ തന്നെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും അങ്ങനെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. പിന്നീട് വിവാഹം ആവാൻ തോന്നി. എന്തായാലും ഇപ്പോൾ അതിലേക്ക് വിവാഹത്തിലേക്ക് കിടക്കുന്നതിൽ സന്തോഷം. ലളിതമായ ചടങ്ങുകളാണ്. ലളിതമായിട്ട്, കാരണം നമ്മളൊരു വിപുലമായ ഒരു ചടങ്ങിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ആർഭാടത്തിലേക്കോ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു തികച്ചും ലളിതമായി അടുത്ത കുടുംബക്കാർ മാത്രമായിട്ടുള്ളൊരു ചടങ്ങാണ്. കാരണം നമുക്ക് എല്ലാവരെയും അറിയാം. ഞാൻ പ്രത്യേകിച്ച് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. പിന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, കേരളത്തിലും അതുപോലെ തന്നെ. അതിനേക്കാളൊക്കെ ഉപരിയായി അങ്കമാലിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത്രയധികം അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചൊരു ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഒരു വലിയ ഒരു വിപുലമായ ചടങ്ങിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് തോന്നി വളരെ ലളിതമായി നടത്താമെന്ന് കരുതിയാണ് ചെയ്തത്. ഭയങ്കര തിരക്കുള്ള ഒരു പൊളിറ്റീഷ്യനെയാണ് വിവാഹം കഴിക്കുന്നത്. എങ്ങനെയാ? ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊക്കെ വരികയാണ്. ഇന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയി. നാളെ തുടങ്ങി നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ച്. അതെ.